കേരളത്തിൽ രോഹിത് ആക്ട് നടപ്പിലാക്കുക, ക്യാമ്പസുകളിലെ ജാതീയ വംശീയ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നടത്തുന്ന ജാഥയ്ക്ക് തുടക്കം. സംസ്ഥാന പ്രസിഡന്റ് നഈം ഗഫൂർ നയിക്കുന്ന സമരജാഥയ്ക്ക് കാസർഗോഡ് നിന്ന് തുടക്കമായി. രോഹിത് ആക്ട് കേരളത്തിന്റെയും ഇന്ത്യയുടെയും ക്യാമ്പസുകളിൽ നടപ്പിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും അവസാനം അഞ്ചരക്കണ്ടിയിലെ നിതിൻ രാജിന്റെ വ്യവസ്ഥാപിത കൊലപാതകത്തിന് ശേഷം അതിനു മുന്നേ തന്നെ കേരളത്തിൽ രോഹിത് തമ്മിലെ ആക്ട് നടപ്പിലാക്കണമെന്നുള്ളത് ഫ്രട്ടേണിറ്റി സമരപ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് UGCയുടെ ഒരു ഇക്വിറ്റി റൂൾ വന്നിരുന്നു. പക്ഷേ ഇക്വിറ്റി റൂള് വ്യാപകമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഏറ്റവും അവസാനം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അപ്പോൾ അതിനെല്ലാം മറികടക്കുന്ന പ്രത്യേകിച്ച് ജാതീയപരമായ അധിക്ഷേപങ്ങൾ, അതോടൊപ്പം തന്നെ ഇസ്ലാമോഫോബിയ ഉൾച്ചേർന്നിട്ടുള്ള വംശീയ അധിക്ഷേപങ്ങൾ ശക്തമായി കേരളത്തിൻ്റെ ക്യാമ്പസുകളിലുണ്ട്. കേരളത്തിൽ മഫ്ത ധരിക്കാൻ അനുവാദമില്ലാത്ത സ്കൂളുകളുണ്ട്. മഫ്ത ധരിച്ചതുകൊണ്ട് മാത്രം TC വാങ്ങേണ്ടുന്ന സ്കൂളുകളുണ്ട്. ഇവർക്കെല്ലാം അഭിമാനത്തോടുകൂടി സ്വന്തം സ്വത്വത്തെ, അസ്തിത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി, ആത്മാഭിമാനത്തോടുകൂടി പഠിക്കാൻ കഴിയുന്ന, വിദ്യാഭ്യാസം നേടാൻ പറ്റുന്ന, ജീവിക്കാൻ പറ്റുന്ന ക്യാമ്പസ് അനുഭവങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് എന്നതാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ സാധ്യമാക്കുന്ന ഒരു ബില്ലാണ് രോഹിത് ആക്ടിലൂടെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മുന്നോട്ട് വെക്കുന്നത്.